പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഭാഷാന്തരം ചെയ്യുക, പരിഭാഷപ്പെടുത്തുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല. പക്ഷേ അത് പാർട്ടി എന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ഞാൻ ഇപ്പം നമുക്കറിയാം, നമ്മുടെ പാർട്ടിയിൽ തന്നെ മുരളിയേട്ടനുണ്ട്, ജോർജ് കുര്യൻ, സുരേന്ദ്രേട്ടനുണ്ട്, അനൂപ് ആന്റണി ഉണ്ട്. എന്നെക്കാളൊക്കെ നന്നായി മനോഹരമായി ഡൽഹിയിൽ താമസിച്ച് ഹിന്ദി കൈകാര്യം ചെയ്ത ആളാണ് അനൂപ് ആന്റണി. ഇതിൽ എന്നോടൊപ്പം വേദിയിലുണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരോടൊപ്പമാണ് ഞാൻ വേദിയിലുണ്ടായിരുന്നത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അമിത്ഷാജിയുടെ പ്രസംഗമാണ്. ഇന്നും എനിക്കതൊരു ഐറണി ആയിട്ടാണ് അത് തോന്നുന്നത്. കാരണം അത് എങ്ങനെ കാരണം അമിത്ഷാജിയെ പോലെ ഒരാളുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് എനിക്ക് ആദ്യം അവസരം കിട്ടുന്നത്. അതൊരു വാർത്താ സമ്മേളനമായിരുന്നു. ഒരു 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമാപനം അമിത്ഷാജിയുടെ വാർത്താ സമ്മേളനത്തോടു കൂടിയായിരുന്നു, തിരുവനന്തപുരത്ത് താജ് ഹോട്ടലിൽ. മുരളിയേട്ടനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പം മുരളിയേട്ടൻ അന്ന് കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അമിത്ഷാജിയുടെ നമുക്ക് 5 മണി വരെ ഉള്ളല്ലോ പരസ്യ പ്രചരണത്തിന്റെ സമാപനം. അപ്പൊ 3 മണിക്കാണ് അമിത്ഷാജിയുടെ പ്രസ് മീറ്റ് തീരുമാനിച്ചത്. അപ്പോൾ അമിത്ഷാജി വന്നപ്പോൾ ഒരു 3:20 ആയിട്ടാണ് തുടങ്ങിയത്. അപ്പൊ മുരളിയേട്ടൻ അവിടുന്ന് ഓടിയെത്താൻ പറ്റിയില്ല. കലാശക്കൂട്ടിന്റെ ഇടയിൽ എവിടെയോ ആയി പോയിട്ട് മുരളിയേട്ടന് വരാൻ പറ്റില്ല എന്ന് അറിയിച്ചപ്പോ പിന്നെ ആര് എന്നൊരു വളരെ പെട്ടെന്ന് അറിയാലോ, ഒരു അങ്കലാപ്പ് ഉണ്ടാവുമല്ലോ. മുരളിയേട്ടൻ വരുന്നില്ല, പിന്നെ ആര് ചെയ്യും? ഇപ്പൊ രാജേട്ടനുണ്ട്, ഓർ ചെയ്തേന്. അന്ന് രാജേട്ടനുണ്ട്. രാജേട്ടൻ നേമത്ത് അന്ന് ആ മാർഷാളെന്ന രാജേട്ടൻ ജയിക്കുന്നത്. പിന്നെ രാജേട്ടന് ചെയ്യാമായിരുന്നു. അന്ന് കുമ്മനമാണ്. അപ്പൊ എനിക്കൊന്ന് നമ്മുടെ അന്തരിച്ച ലാൽ കൃഷ്ണജി തൊടുപുഴ ലാൽജിയാണ് നമുക്ക് സന്ദീപിനെ വിളിച്ചാലോ എന്നൊരു നിർദ്ദേശം കുമ്മനത്തിന്. അപ്പൊ വിളിക്കാൻ പറഞ്ഞു. പിന്നെ വളരെ പെട്ടെന്ന് കുറെ ആൾക്കാർ വിളിക്കുന്നു. അപ്പൊ ഒരാള് ഞാൻ വേറൊരു ഫോണിലായിരുന്നു. കാര്യം ഞാനന്ന് സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ ആണല്ലോ. അപ്പൊ ഞാൻ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ പഴയ സൗഹൃദമൊക്കെ പുതുക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വേറെ ഏതോ ഒരു കോളിലായിരുന്നു. എനിക്ക് കുറെ ആൾക്കാർ എന്നെ വിളിക്കുന്നു. ലാൽജി വിളിക്കുന്നു, കുമ്മനം വിളിക്കുന്നു, OR വിളിക്കുന്നു. പിന്നെ അമിത്ഷാജിയുടെ ഒരു PS ഉണ്ട്, അഭിഷേക് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കോൾ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കോൾ എടുത്തപ്പോൾ ആദ്യം കിട്ടിയത് എനിക്ക് രാജേട്ടന്റെ കോളാ. എവിടെയുണ്ട്? പെട്ടെന്ന് മേളിലോട്ട് 6th ഫ്ലോറിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരോട് അമിത്ഷാജി ചോദിച്ചു, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഇതിനാണ് ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ വളരെ പെട്ടെന്ന് ഞാൻ യെസ് എന്ന് പറഞ്ഞു. എന്താണ് എനിക്ക് അതിന് കിട്ടിയ ധൈര്യം എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ അമിത്ഷാജി പറഞ്ഞു തുടങ്ങി. ആദ്യം പറഞ്ഞതിൽ 1-2 സെന്റൻസുകളൊക്കെ പറഞ്ഞു നിർത്തി. എന്നിട്ട് നമ്മുടെ രാജേട്ടനോട് ചോദിച്ചു, പറയുന്നതൊക്കെ കറക്റ്റാണ്, ഭയങ്കര. അപ്പൊ രാജേട്ടൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു. പിന്നെ അമിത്ഷാജി അദ്ദേഹത്തിന്റെ സദശുദ്ധമായ ശൈലിയിലേക്ക് ഭയങ്കര ഇതായിട്ട് അങ്ങനെയാണ് ഇതൊരു തുടക്കം. അങ്ങനെയാണ് സത്യത്തിൽ ഒരു കോൺഫിഡൻസ് കിട്ടിയത്. കാര്യമില്ല, ആദ്യമേ തന്നെ നമ്മൾ ഏറ്റവും വലിയതിനെ നേരിട്ട പിന്നെ പേടിക്കില്ല. രാജ്യത്തെ അന്ന് അമിത്ഷാജിയുടെ പ്രസംഗം കേട്ട ഇനിയിപ്പോ പിന്നെ ആരുടെയും ചെയ്യാം, നമുക്ക് തന്നെ തോന്നുന്നു മണ്ടത്തരമാണെങ്കിൽ പോലും. അമിത്ഷാജിയെ പോലെ ഒരാളുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്ന ഒരു കോൺഫിഡൻസിലാണ് സത്യത്തിൽ ഇവിടം വരെ എത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നല്ല.